ഓട്ടോയിൽ കയറി ഇവിടെ വന്നു. പ്രതിഭാ നഗർ പോകാനായിട്ടാണ് വന്നത്. ഈ 11 മണിക്കൂറിന് ശേഷമാണ് ജനം അറിയുന്നത്, ഭരിച്ചതും അറിയുന്നത്. ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് ഇടവക്കോട് വാർഡിലെ മുളവൂർ എന്ന സ്ഥലത്താണ്. ഈ കാണുന്ന സ്ഥലം നമുക്കേവർക്കും മറക്കാൻ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിലെ റിട്ടയർഡ് അണ്ടർ സെക്രട്ടറിയായ ശ്രീദേവി മരിച്ചു കിടന്നത് ഇവിടെയാണ്. രക്തം വാർന്ന് 11 മണിക്കൂറോളമാണ് ശ്രീദേവി ഈ ഓടയിൽ കിടന്നത്. ഇടവക്കോട് വാർഡിന്റെ കൗൺസിലർ ഇനി യാതൊരു തരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ, റോഡ് ടാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ കാണുന്ന സ്ലാബുകൾ പണ്ട് അപകടം നടന്ന സമയത്ത് എവിടെയൊക്കെയോ പൊട്ടിക്കിടന്ന പഴയ സ്ലാബുകൾ കൊണ്ടുവന്ന് നികത്തുകയും ആ സ്ലാബിന് പോലും ഇവിടെ ഈ വെക്കുന്ന സമയത്ത് ഒരു ഉറപ്പ് വേണമല്ലോ. അത്തരത്തിലുള്ള യാതൊരു ഉറപ്പും നൽകാതെ ആ സ്ലാബ് തന്നെ മൂടും കുത്തി താഴെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും, എല്ലാം കാട് കയറി കിടക്കുകയാണ്. അതിലൊന്നും തന്നെ സ്ലാബുകളും ഇല്ല. അതിലെ കൂടെ പോകുമ്പം വനത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്, ഈ കറണ്ടും ഇല്ലാതെ. ആ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിനെ ഞാനൊരു പൊതുപ്രവർത്തനമായി ഞാൻ ജനത്തോട് പറയുകയാണ്, അവിടെ അതിനൊരു തീർപ്പുണ്ടാകണം. കണ്ടില്ലേ, ഓട കണ്ടില്ലേ, 1.5 മീറ്റർ താഴെ വെച്ച് താഴ്ചയുണ്ട് ഈ ഓടയ്ക്ക്. ഈ ഓടയ്ക്ക് 1.5 മീറ്റർ താഴ്ചയ്ക്കകത്ത് അവിടെ പലരും വീണ്, ചെറുപ്പക്കാരൊക്കെ വീണ് തല്ലിപ്പിടിച്ച് അറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അത് മറിച്ച് ഈ സഹോദരി വീണിട്ട് അവർക്ക് പോകാനല്ല, ആരും ഒന്ന് പിടിച്ചു കയറ്റാനില്ലായിരുന്നു. അവിടെ കിടന്ന് ആരും കണ്ടില്ല. 11 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരെ കാണുന്നത് തന്നെ. അത്ര ശോചനീയാവസ്ഥയാണ് ഇടവക്കോട് വാർഡ്. അവിടെ ഒരു വാർഡിലൊരു കൗൺസിലറുണ്ട്, കൗൺസിലർ താല്പര്യമില്ല. ഇതാണ് ഇവിടുത്തെ ഗതികേട്. അതിനൊരു തീർപ്പുണ്ടാകണം. അത് ജനങ്ങൾ പ്രതികരിക്കുന്നു, ഞാനും പ്രതികരിക്കുന്നു. ഒരു വാർഡ് കൗൺസിലറിന്റെയും ഉത്തരവാദിത്തം എന്തെന്നാൽ സ്വന്തം വീട് പോലെ തന്നെ സ്വന്തം നാടിനെയും സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ക്യാമറമാൻ ദീപുവിനോടൊപ്പം ഉണ്ണിമായ, സൈനിങ് ഓഫ്.